ഹായ്! ഒരു സൂത്രം കാണിച്ചു തരട്ടെ. ഇത് നമ്മുടെ ക്ലാസ്മേറ്റിൻ്റെ സാധാരണ ഡ്രോയിങ് ബുക്കാണ്. അപ്പം ഞാൻ ഈ ഒരു വലിയ ഡ്രോയിങ്ങിനെ പറ്റി വലിയ അറിവൊന്നും ഉള്ള ആളല്ല. അപ്പം ഞാൻ വരച്ചുകൊണ്ടിരുന്നത് ഈ ഒരു പേപ്പറിലാണ്. കാര്യം എനിക്ക് GSM ഉള്ള പേപ്പറുണ്ടെന്നും അതിൽ പേപ്പറിന് കട്ടി കൂടുതലാണെന്നും അതിൽ വരച്ചാൽ പടങ്ങൾ സൂപ്പറാകുമെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ എല്ലാ സ്റ്റോറിലും അവൈലബിൾ ആവുന്നത് ഈ ഒരു ബുക്കാണ്. അപ്പം പിന്നെ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ആനന്ദ സിനിമ കണ്ടിട്ട് ഇതുപോലെ ബൈൻഡൊക്കെ ഉള്ള ഇത് പോണക്കത്തെ ഒരു ബുക്ക് മേടിക്കണമെന്ന്. ആ ഒരാഗ്രഹം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ പുള്ളി എനിക്ക് വാങ്ങിച്ചു തന്നു കേട്ടോ. പക്ഷേ 399 രൂപയായി. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ ആദ്യം KPSL എഴുതാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഞാൻ വരച്ച സായി പല്ലവിയാണ് കേട്ടോ. അതിനകത്ത് ഇച്ചിരി മോണയ്ക്ക് ഇച്ചിരി പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഒന്നും ഇടാതെ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. പിന്നെ ഇത് ഞാൻ റീസെൻ്റ്ലി വരച്ചൊരു പടമായിരുന്നു. അപ്പോൾ ഈ ഡ്രോയിങ്ങിനോടുള്ള കമ്പം കുറഞ്ഞു വന്നപ്പം ആ ബുക്കിനകത്ത് അറിയാതെ നൈറ്റിയുടെ തയ്ക്കുന്നതിൻ്റെ കണക്കെഴുതി വെച്ചു. അത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് എഴുതി വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കട്ട് ചെയ്തിട്ട് ഈ വലിയ ബുക്കിലെ കാര്യങ്ങൾ അതിലോട്ടാകും. കാര്യം എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് ഞാൻ വരച്ച ഡ്രോയിങ് എല്ലാം ഒരു ആൽബം പോലെ. കാര്യം ഞാൻ ഈ വരയ്ക്കുന്നതുകൊണ്ട് വീട്ടിലൊക്കെ ആരെങ്കിലും വന്നാൽ സോന പുതിയ പടം ഏതാ വരച്ച് ഇതായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ കാണിക്കുമ്പോൾ എനിക്കൊരു ആൽബം പോലെ അവർ പ്രസൻറ്റ് ചെയ്യണം. അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനിത് കണക്കൊക്കെ നോക്കി കട്ട് ചെയ്തെങ്കിലും നൈസായിട്ടൊന്ന് പാളിപ്പോയി. അബദ്ധങ്ങൾ പിന്നെ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആണല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ആ പേപ്പർ അതിലേക്ക് ഒട്ടിച്ച് വെച്ചു. അപ്പോൾ ഒരു ചെറിയ നെല്ലിടയ്ക്ക് പേപ്പർ വ്യത്യാസം ഉണ്ടായിരുന്നു, ഇച്ചിരി ഒന്ന് കയറിപ്പോയായിരുന്നു. പിന്നെ സാരമില്ല. പിന്നെ ഈ ഒരു പടം ഞാൻ ഈ സായി പല്ലവിയുടെ പടം വരച്ചതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പശയൊക്കെ തൂത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തൊക്കെ കൊടുത്തതിന് ശേഷം ആ ഒരു പേജിലോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ മാറ്റി വെച്ച 2 പടം ഈ ബുക്കിൽ ഒട്ടിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയപ്പോൾ ഒരു സന്തോഷമൊക്കെ. പിന്നെ ഒട്ടി വരുന്നതേ ഉള്ളൂ, ഒട്ടിയൊക്കെ വരുമ്പോൾ സെറ്റാകും. പിന്നെ അവിടെ ഇങ്ങനെ സ്മഡ്ജ് ചെയ്തപ്പോൾ ആ ചാർക്കോൾ പൗഡർ ഒന്ന് സ്പ്രെഡായിട്ടുണ്ട് കേട്ടോ. അത് സാരമില്ല, അബദ്ധങ്ങൾ ആർക്കും പറ്റുമല്ലോ.